ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ബീഫ് 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഈ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ വെച്ച് വേവിച്ചെടുക്കുക. ഒരു 5-6 വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേക്കും ബീഫ് വെന്ത് കിട്ടും. അപ്പോൾ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അത് നമുക്ക് വറ്റിച്ചെടുക്കാം. അതിന് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ടോ കറിവേപ്പില ഇട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ബീഫൊക്കെ നന്നായി വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് നന്നായി മുരിയിച്ചെടുക്കണം. നമുക്ക് ഫ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി കുറച്ച് ഗ്രേവി ആയിക്കണ്ട വേണ്ടത് വെച്ചാൽ അതേപോലെ എടുക്കുക. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി നന്നായി മുരിയിച്ചെടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കണ്ട് വെക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ടേസ്റ്റി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.